ഇന്നൊരു ജെയ്ഡ് പ്ലാന്റിനെ കുറിച്ചാണ് പറയുന്നത്. ജെയ്ഡ് പ്ലാന്റ് വെരിഗേറ്റഡും ഉണ്ട്, ഹാങ്ങിങ്ങും ഉണ്ട്. അപ്പോൾ ഇവിടെ വയ്ക്കുന്നതാണ് ഒറിജിനൽ ജെയ്ഡ് പ്ലാന്റ്. നഴ്സറിയിൽ നിന്നൊക്കെ ജെയ്ഡ് പ്ലാന്റ് മേടിക്കുമ്പോൾ നന്നായി ശ്രദ്ധിച്ച് മേടിക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് വേണം മേടിക്കാനായിട്ട്. അതുപോലെ ഇത് ബോൺസായി ഉണ്ടാക്കാനായിട്ട് നല്ലൊരു ചെടിയാണ്. ബോൺസായി ഉണ്ടാക്കുമ്പോൾ സൈഡിൽ നിന്നൊക്കെ കട്ട് ചെയ്ത് നമുക്ക് ഉയരം എന്തോരം ആവശ്യമുണ്ടോ അത്രയ്ക്ക് മുകളിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത കട്ടിങ്സ് ഒന്നും കളയണ്ട, അതൊക്കെ നമുക്ക് വേര് പിടിപ്പിക്കാവുന്നതാണ്. ചെറിയൊരു കട്ടിങ്സ് മതി, ഇത് വേര് പിടിക്കാൻ എളുപ്പവുമാണ്. അതുപോലെ തന്നെ ഷേപ്പ് ചെയ്യാനും ഇത് പറ്റിയൊരു ചെടിയാണ്. അപ്പോൾ ഇത് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിൽ നിന്നൊരു കട്ടിങ്സ് എടുത്ത് ഇതിൻ്റെ അടിഭാഗമൊക്കെ കളഞ്ഞ് വേര് പിടിപ്പിക്കാൻ വേണ്ടി കുത്തി കൊടുക്കുകയാണ്. ഇനി ഇത് പിടിച്ചു കഴിയുമ്പോൾ നമുക്ക് ഷേപ്പ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിന് അധികം വെള്ളമൊന്നും വേണ്ട. മണ്ണ് ഡ്രൈ ആവുമ്പോൾ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ഇത് നമുക്ക് ഇൻഡോറും ഔട്ട്ഡോറായിട്ട് വെക്കാവുന്ന നല്ലൊരു ചെടിയാണ്. അതുപോലെ ഇൻഡോർ വെക്കുമ്പോൾ എപ്പോഴും സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് വേണം വെക്കാനായിട്ട്. മണലും മണ്ണും ചാണകപ്പൊടിയുമാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ അധികം വളമൊന്നും നമുക്കിതിന് ആവശ്യമില്ല. ഇടയ്ക്ക് 2 പ്രാവശ്യം മാത്രം ചാണകപ്പൊടി കുറച്ച് കൊടുത്താൽ മതിയാകും. ഇതിൻ്റെ ഇലയും വെള്ളത്തിൽ വെച്ച് നമുക്ക് പിടിപ്പിക്കാവുന്നതാണ്. ഇതിനധികം കീടശല്യങ്ങളൊന്നും ഉണ്ടാവുകയില്ല. വെള്ളം ഒഴിക്കുമ്പോൾ തണ്ടുകൾ ചീയും, അതാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ കീടങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ കുറച്ച് സോപ്പ് വെള്ളമോ നീം ഓയിലോ വെള്ളം കൂട്ടി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാകും. പിന്നെ ഇപ്പോൾ ഇതിവിടെ അതേ ഷേപ്പ് ചെയ്യുന്നതാണ്, കമ്പി ചുറ്റി ഷേപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്ത് വെക്കുമ്പോൾ നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ ബോൺസായി ഉണ്ടാക്കിയാലും നല്ല ഭംഗിയുള്ള ചെടിയാണ് ഇത്. പിന്നെ നമുക്ക് എയർ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ചെടിയാണ്. അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്യാനും സഹായിക്കും. അതുകൊണ്ട് എപ്പോഴും ഒരു ജെയ്ഡ് പ്ലാന്റ് വീട്ടിൽ വെക്കുന്നത് നല്ലതാണ്. പിന്നെ ചിലയിടത്തൊക്കെ പറയുന്നുണ്ട് ഇത് നല്ല ലക്കുള്ള ചെടിയാണ്, അതുകൊണ്ട് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ നല്ലതാണെന്ന് പറയപ്പെടുന്നുണ്ട്. പിന്നെ ഈ ചെടിയുമേ ചെറിയ പൂക്കളും ഉണ്ടാവും. പിന്നെ ഇതുപോലെ ഷേപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഇലകളൊക്കെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ ആ ഇലകൾ കട്ട് ചെയ്തതിനടുത്ത് വേറെ ബ്രാഞ്ചസ് വരും. അപ്പോൾ അത് തിക്കായിട്ട് കിട്ടുകയും ചെയ്യും നമുക്ക്. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഇലകളൊക്കെ ഇടയിൽ നിന്നൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക.